നമ്മുടെ ഈ OTT പ്ലാറ്റ്ഫോമും തിയേറ്ററും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ OTT പ്ലാറ്റ്ഫോം മലയാളികളിൽ നിന്ന് എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട്? നമുക്ക് കുറച്ച് ആളുകളോട് ചോദിച്ചിട്ട് വന്നാലോ? OTT ബെനിഫിറ്റ് എന്താ? നമുക്ക് എവിടെ ഇരുന്നാലും കാണാം. ഇപ്പം എന്ത് ട്രാവൽ ചെയ്യണമെങ്കിൽ എപ്പോഴായാലും നമുക്ക് കാണാൻ പറ്റും. തിയേറ്റർ തന്നെ ഇഷ്ടം ഓൾവേസ്. എന്നുവെച്ചാൽ ആ ഒരു ഡയറക്റ്റ് പോയി കാണുന്നത് എന്ന് പറയുമ്പോൾ അത്രയും ഒരു ഫീല് വരത്തില്ല നമ്മളിപ്പോൾ ഫോണിൽ കൂടെ കാണുമ്പോൾ. ഉണ്ട്, നമുക്ക് ഇപ്പോൾ ടിക്കറ്റിനുള്ള പൈസ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ കാണാൻ പറ്റും, അങ്ങനെയുള്ള കുറച്ച് ബെനിഫിറ്റ്സ് തോന്നിയിട്ടുണ്ട്. എനിക്ക് വീട്ടാണ് ഇഷ്ടം. അല്ല, അവിടെ ആകുമ്പോൾ എല്ലാ കാര്യം നടക്കുമല്ലോ. അപ്പോൾ തിയേറ്ററല്ലേ? ഇല്ല, ഞാൻ കാണാറില്ല. ഇല്ല തിയേറ്ററാണ് ഇഷ്ടം. പക്ഷെ രണ്ടോ ഡിപ്പെൻഡ് ഓൺ മൂവി ഇറങ്ങണതിനനുസരിച്ച്. തിയേറ്റർ ആകുമ്പോൾ എല്ലാവരുടെ ഒപ്പം ഇരുന്ന് കാണാം. കാശ് ചെലവില്ലാണ്ട് സിനിമ കാണാം. നല്ല മൂവീസ് തിയേറ്ററിൽ പോയി കാണാൻ, അതല്ല നോർമൽസ് ഒക്കെ OTT കാണാം. ക്യാഷ് ഒന്നും ഇല്ലാത്ത ടൈമിലാണെങ്കിൽ നമുക്ക് OTT പെട്ടെന്ന് കാണാൻ പറ്റും, സൗകര്യം കാണാൻ പറ്റും, എവിടെ വേണമെങ്കിലും ഇരുന്ന് കാണാൻ പറ്റും. തിയേറ്റർ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. മറ്റേ നമുക്ക് ഒറ്റയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുമായിട്ട് തന്നെ കാണാൻ പറ്റും. കാരണം OTT ആകുമ്പോൾ നമുക്ക് സമയം നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സൗകര്യത്തിന് കാണാൻ പറ്റും. മറ്റേ തിയേറ്റർ ആകുമ്പോൾ നമുക്ക് ചില സിനിമകളൊക്കെ നമുക്ക് തിയേറ്ററിൽ തന്നെ കണ്ടാലാണ് അതിൻ്റേതായൊരു എഫക്റ്റ് കിട്ടുള്ളൂ. ചില പടങ്ങൾ OTTക്ക് വേണ്ടി മാത്രം കാണാൻ തുടങ്ങിയിട്ടുണ്ട്, ചില പടങ്ങൾ നമ്മൾ തിയേറ്ററിൽ മാത്രം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം മലയാളികൾ അത് രണ്ടായിട്ട് വിലയിരുത്താൻ തുടങ്ങിയതുകൊണ്ടാണ് ചില പടങ്ങൾ നമ്മളിപ്പോൾ ഫാൻസ് അപ്പോൾ ചില പടങ്ങൾ അപ്ലിഫ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ചില പടങ്ങൾ ചിലപ്പോൾ നമ്മൾ വെറുതെ ഇരുന്നുകൊണ്ട് അത്ര ഫീൽ തോന്നുന്നില്ല. പക്ഷേ നമ്മളൊരു തിയേറ്ററിൽ പോയിരിക്കുമ്പോൾ കൂടെ ഇരിക്കുന്ന ആൾ കൈയടിക്കാനും ഇത് കൊണ്ടുമ്പോൾ തന്നെ പടം അപ്ലിഫ്റ്റ് ചെയ്യാറുണ്ട്. സോ ചില പടങ്ങൾ അവിടെ പോയിരിക്കുന്നതാണ് നല്ലത്, പിന്നെ ചില പടങ്ങൾ OTT ഇരുന്ന് കാണുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പം ചിലത് നമുക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല. അപ്പം നമ്മൾ വേണ്ടായിരുന്നു പറഞ്ഞാൽ പാതിച്ച് ഇറങ്ങി പോകണ്ട, ഇത് നമുക്ക് നിർത്തി വെച്ച് നമുക്ക് പോവുകയും ചെയ്യാം. സോ രണ്ട് രീതിയിൽ കാണാൻ പറ്റും. തിയേറ്ററാണ് ഇഷ്ടം. തിയേറ്ററിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് ഒന്നും നമുക്ക് OTTയിൽ കിട്ടില്ല. എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് കാണുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ. ഇപ്പോൾ ഇമോഷൻസ് ആയാലും നമുക്ക് നേരിട്ട് ഫീൽ ചെയ്യില്ല. നമ്മളെ മാത്രം ഇമോഷൻ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഞാനൊരു ഫിലിം ഹിസ്റ്ററിൽ പഠിച്ച ആളാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അങ്ങനെയാണ്. പക്ഷേ OTT വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിലോട്ട് നമ്മുടെ ആൾക്കാരെ അറിയിക്കാം, നമ്മുടെ കഥകൾ അറിയിക്കാം. ഇത് പണ്ട് മുതലേ കണ്ട് ശീലിച്ചുകൊണ്ടും പിന്നെ OTTയിൽ ഒറ്റയ്ക്ക് കാണുമ്പോൾ തിയേറ്ററിൽ കാണുന്ന ഒരു വൈബ് കിട്ടാറില്ല. നമ്മുടെ ഇഷ്ടത്തിന് കാണാമല്ലോ OTT ആകുമ്പോഴത്തേക്ക്, അതൊരു ബെനിഫിറ്റാണ്. കുറച്ചും കൂടി നമുക്ക് ഒരു വൈബൊക്കെ അടിച്ചിരുന്ന് എല്ലാവരും ഒക്കെ ആയിട്ടിരുന്ന് കാണാൻ പറ്റും. OTTക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണമുണ്ട്, അതിൻ്റേതായിട്ടുള്ള ദോഷമുണ്ട്. ബിക്കോസ് നമുക്ക് ഈ കൊറോണ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതിനകത്ത് അങ്ങനെയൊക്കെ കാണാൻ പറ്റുമല്ലോ, വീട്ടിലിരുന്ന് തന്നെ അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. തിയേറ്ററിലാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബെനിഫിറ്റ് ഉണ്ട്. അപ്പം നമുക്ക് തിയേറ്ററിൽ പോയിട്ട് കാണാൻ പറ്റാണ്ട് പെട്ടെന്നൊരു സമയ സിറ്റുവേഷൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ OTT നല്ലതാണ്. പക്ഷേ തിയേറ്റർ എക്സ്പീരിയൻസാണ് കുറച്ചുകൂടി ബെറ്റർ. അല്ല, എനിക്ക് തിയേറ്റർ താല്പര്യം. പടം കാണുമ്പോൾ ആളും അരവൊക്കെ ഇരുന്ന് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടായി കാണണമല്ലോ അതിൻ്റെ ഒരു ഇത്. പിന്നെ ചില സ്ലോ പടമൊക്കെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ OTTയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മടുക്കുമ്പോൾ ഓഫാക്കാമല്ലോ, അതിൻ്റെ പേരിൽ. രണ്ടും ഇഷ്ടമാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ തന്നെ വൈബല്ലേ, അതുകൊണ്ട് OTT പ്ലാറ്റ്ഫോമിൽ വരുന്ന പടങ്ങൾ ചിലത് രസമാവും, അതുകൊണ്ട് അതും ഇഷ്ടമാണ്. OTTക്ക് ബെനിഫിറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഈ കാശില്ലാത്ത സമയത്ത് കാണുമ്പോൾ അതൊരു ബെനിഫിറ്റ് തന്നെയാണ്. തിയേറ്റർ ആകുമ്പോൾ ബിഗ് സ്ക്രീനിൽ കാണേണ്ട സിനിമ ബിഗ് സ്ക്രീനിൽ കാണുന്നതല്ല അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഇപ്പം ഒരു കുടുംബ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണെങ്കിൽ അവർ തിയേറ്ററിൽ പോയി കാണാനല്ലേ കുടുംബത്തിലുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അപ്പം ചിലപ്പോൾ ഒരാഴ്ചയിൽ ഒരു ദിവസമായിരിക്കും അവർ പുറത്ത് പോകുന്നത്. അതിപ്പോൾ OTTയിലാകുമ്പോഴത്തേക്കും അങ്ങനത്തെ ആ ഫ്രീഡം നഷ്ടപ്പെടും. കാരണം സിനിമയെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് തിയേറ്ററിൽ പോയി കണ്ട് ശീലിച്ച്, ഇപ്പോൾ പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ഒരു സിനിമ ഇറങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ പബ്ലിസിറ്റി, ഇതുപോലെ അനൗൺസ്മെൻറ്റ്, ഏത് ദിക്കിലും ദിശയിലുള്ള ആൾക്കാർ അതൊരു ആവേശമാണ് അതെന്തെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഈ OTTയിലാകുമ്പോൾ ഇപ്പോൾ എത്രയോ പടങ്ങൾ വരുന്നു. അപ്പോൾ അതിനകത്ത് പുതിയ സിനിമയാണോ പഴയ സിനിമയാണോ എന്ന് പോലും അറിയാവുന്നവർക്കറിയാം. അല്ലാത്ത ഒരു പഴയ ഒരു ജനറേഷനുള്ള ആൾക്കാർക്ക് OTT രീതിയിൽ ഇപ്പോൾ സീരിയൽ കാണുന്ന ലാഭത്തിലേ അത് കാണത്തുള്ളൂ. സീരിയലിൻ്റെ വിലയായി ഇപ്പോൾ OTT രീതിയിൽ മൂവി വന്നാൽ. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.